നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെ പറ്റിയിട്ടാണ്, അഥവാ SNDPയെ പറ്റി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അത് എത്രത്തോളം പ്രാധാന്യമുള്ള ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ LDC എക്സാം എന്നല്ല, PSCയുടെ ഏതു പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ഭാഗമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. 1903 മെയ് 15. ഇത് മലയാള മാസമായിട്ട് പറയുകയാണെങ്കിൽ 1078 ഇടവം 2 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. 1903 മെയ് 15 ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. സുനിശ്ചിതമായിട്ടുള്ള ഭരണഘടന, പ്രവൃത്തി പദ്ധതി, കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ്, ഇതൊക്കെയുള്ള കേരളത്തിലെ ആദ്യത്തെ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ സുനിശ്ചിതമായിട്ടുള്ള ഒരു ഭരണഘടന, പ്രവൃത്തി പദ്ധതികൾ, കാലാകാലങ്ങളിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ, ഇതൊക്കെയുള്ള കേരളത്തിലെ ആദ്യ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് കേട്ടോ, കൊല്ലം ജില്ലയാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. അതുപോലെ ആദ്യത്തെ സെക്രട്ടറിയാണ് കുമാരനാശാൻ. നമ്മൾ ഇത്ര കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP സമൂഹത്തിൽ ഒരു സമൂലമായ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയാണ്. ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപകൻ. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. കൊല്ലം ജില്ലയാണ് ഇതിൻ്റെ ആസ്ഥാനം. അതുപോലെ വ്യക്തമായിട്ടുള്ളൊരു ഭരണഘടനയും പ്രവൃത്തി പദ്ധതികളും കാലാകാലങ്ങളിലായിട്ടുള്ള തിരഞ്ഞെടുപ്പും ഒക്കെയുള്ള കേരളത്തിലെ ആദ്യത്തെ സംഘടനയാണ് SNDP എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. അതുപോലെ ആദ്യത്തെ സെക്രട്ടറിയാണ് കുമാരനാശാൻ. SNDP പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് വാവൂട്ട് യോഗത്തെ പറ്റിയിട്ട് അറിയുകയാണ് വേണ്ടത്. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായിട്ട് ആരംഭിച്ച ഒരു സമിതിയാണ് വാവൂട്ട് യോഗം. എന്താണ്? അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായിട്ട് ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ വാവൂട്ട് യോഗമാണ് കേട്ടോ. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. SNDP രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDP രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് 1898 എപ്പോഴാണ്? 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത്. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. ശിവഗിരി മഠം സ്ഥാപിതമായത് 1904 അതുപോലെ 1904 രൂപീകൃതമായിട്ടുള്ള സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് മാതാ പെരുമാളാണ്. 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷയാണ് മാതാ പെരുമാൾ. അതുപോലെ ശിവഗിരി മഠം സ്ഥാപിതമായത് 1904 ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണ കൊണ്ടാണ്. അതുപോലെ തന്നെ SNDP രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് 1898 SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായിട്ട് ആരംഭിച്ച സമിതിയാണ് ഈ വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് SNDPയിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണിതൊക്കെ. ശ്രീനാരായണ ഗുരുവിനെ പറ്റി അറിയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മറ്റൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യും ശ്രീനാരായണ ഗുരുവിനെ പറ്റി. ഇപ്പം SNDPയെ പറ്റി പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഇവയാണ്. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.